കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് തിരുവനന്തപുരത്തെ എം പി ശശി തരൂർ അദ്ദേഹത്തിൻ്റെ പല നടപടികളും കോൺഗ്രസിന് ദഹിക്കുന്നില്ല. ഡൽഹിയിൽ ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭ പറഞ്ഞിട്ടെന്ന രീതിയിൽ ഗ്രീസിലോ മറ്റോ ഒരു പര്യടനത്തിന് പോകുന്നു. അതിനുശേഷം കോട്ടയത്ത് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം നടക്കുന്നു. അതിൽ പങ്കെടുക്കാതെ മനഃപൂർവ്വം തള്ളി മാറുന്നു എന്നാണ് തോന്നൽ വരുന്നത്. ചുരുക്കം പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ മുന്നിലേക്ക് ശശി തരൂരിനെ കുരുക്കാനായിട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. പക്ഷേ ആ വല പൊട്ടിച്ച് കൃത്യമായിട്ട് ശശി തരൂർ നീങ്ങുന്നു. മൊത്തത്തിൽ ഒരു എന്തൊക്കെയോ സംതിങ് റോങ് എന്ന് പറയാവുന്ന രീതിയിലല്ലേ കാര്യം? തീർച്ചയായിട്ടും അത് ചെറിയ എന്താ പറയുക, ഒരു ചെറിയ റോങ് അല്ല, വലിയ തോതിൽ സംശയിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. സത്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് രണ്ട് തരത്തിൽ പറയാം. ഒന്ന്, കോൺഗ്രസിനെ പോലൊരു ജനാധിപത്യ പ്രസ്ഥാനം ഭൂമിയോളം താഴുന്നു എന്ന് പറയാം. ശശി തരൂരിൻ്റെ മുമ്പിൽ അങ്ങേയറ്റം ആത്മാഭിമാനം പണയം വെച്ച് അപമാനകരമായ രീതിയിൽ താണുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ 3 മീറ്റിങ്ങുകളാണ് പ്ലാൻ ചെയ്തത്. ഒന്ന് AICC ആണ് പ്ലാൻ ചെയ്തത്. AICC പാർലമെന്റിന്റെ പാർലമെന്റ് സെഷന്റെ പാർലമെന്റ് സമ്മേളനത്തിന്റെ തൊട്ടു മുന്നോടിയായിട്ട് ഇപ്പോൾ തൊട്ടു മുമ്പായി നടക്കേണ്ട കോൺഗ്രസ് MP-മാരുടെ യോഗത്തിന് ഇദ്ദേഹത്തെ പ്രത്യേകമായി ക്ഷണിച്ചു. അതെ, തീർച്ചയായിട്ടും അദ്ദേഹം എന്ത് തിരക്കുണ്ടെങ്കിലും പങ്കെടുക്കേണ്ടതാണ്. കാരണം ഒരു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി പ്രക്ഷുബ്ധമായൊരു കാലം, ഒട്ടേറെ വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി കൊണ്ടുവരേണ്ട ഒരു കാലം, ആ കാലത്ത് അത് ഏറ്റവും സമർത്ഥമായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയ അവരുടെ ഏറ്റവും ശക്തനായ MP എന്ന നിലയിലാണല്ലോ കോൺഗ്രസ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. ആ മീറ്റിങ്ങിൽ അദ്ദേഹം പങ്കെടുത്തില്ല. ശശി തരൂരിനൊരു വിദേശയാത്ര, അപ്പോൾ ഗ്രീസിലെ ഒരു വിദേശയാത്ര എന്നൊക്കെ പറയുന്നത് ശശി തരൂരിന് പുതിയ കാര്യമല്ല, പലവട്ടം പോയിട്ടുള്ള നാടാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല, ഈ മീറ്റിംഗ് വരുമെന്ന് ഓരോ പാർലമെന്റ് സമ്മേളനത്തിന് തൊട്ടു മുമ്പേ പാർലമെന്ററി പാർട്ടി മീറ്റിംഗ് നടക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതുമാണ്. അദ്ദേഹം പങ്കെടുക്കേണ്ടതായിരുന്നു. വിദേശയാത്ര എന്ന നിസ്സാരം, ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം വിദേശയാത്ര നിസ്സാരമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലും ഒരാൾക്ക് ഒരു രാജ്യത്ത് പോകാൻ അവസരം കിട്ടും പോലെ അല്ല. ശശി തരൂർ എന്നും വിദേശത്താണ്. എന്നാണ് നാട്ടിലുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ഒരാൾ ഒരു വിദേശയാത്രയുടെ കാരണം പറഞ്ഞിട്ട് പാർലമെന്ററി പാർട്ടി മീറ്റിംഗ് പങ്കെടുക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുന്നു. ഒന്ന്. രണ്ടാമത്തെ മീറ്റിംഗ്, ഒന്നാമത്തെ AICC വിളിച്ച മീറ്റിംഗ് ആണ്. രണ്ടാമത്തെ മീറ്റിംഗ് ഉമ്മൻചാണ്ടി അനുസ്മരണമാണ്. കേരളത്തിലെ കോൺഗ്രസ് എന്ന് അഭിമാനിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ആത്മാഭിമാനമാണ് ഉമ്മൻചാണ്ടി. അത്ര പ്രിയപ്പെട്ട മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു അത്രയേറെ ജനപ്രിയനായ ഒരു നേതാവ് ഇപ്പോൾ കരുണാകരൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, അത് നമ്മൾ അത്ര അടുത്തറിഞ്ഞിട്ടില്ല. പക്ഷേ കരുണാകരൻ്റെ കാലശേഷം ഇത്രയേറെ ജനപ്രിയനായ ഒരു കോൺഗ്രസ് നേതാവ് വേറെ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ കഴിഞ്ഞ 2 കൊല്ലമായി കോൺഗ്രസ്സുകാർ മറന്നിട്ടില്ല. ഇപ്പോൾ 2 കൊല്ലമായി മരിച്ചിട്ട്. അദ്ദേഹത്തിൻ്റെ 2ാം ചരമവാർഷികം വളരെ വിപുലമായ തോതിലാണ് കോട്ടയത്ത്. പള്ളിയുടെ പരിപാടി വേറെ നടക്കുന്നു വെച്ചാൽ സമുദായത്തിനും നാട്ടുകാർക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് വരുന്നത് രാഹുൽ ഗാന്ധിയാണ്. അപ്പൊ തന്നെ പാർട്ടിയുടെ പ്രാധാന്യം വളരെ വലുതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺഗ്രസ് നേതാവ് വന്നിട്ടാണ് ഒരു പ്രാദേശിക ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മാത്രമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുന്നു. വലിയ കാര്യമാണ്. ആ സമ്മേളനത്തിലേക്ക് പ്രധാനപ്പെട്ട നിർബന്ധമായും പങ്കെടുക്കേണ്ട ഒരാൾ എന്ന നിലയിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ അറിയിപ്പുണ്ടെന്ന പ്രസ്താവനയുണ്ട്. അദ്ദേഹത്തെ വിദേശത്തായിരുന്നിട്ട് കൂടി എങ്ങനെയെങ്കിലും എത്തണം, ഉണ്ടാവണം. കാരണം ഉമ്മൻചാണ്ടിക്ക് അത് കൊടുക്കുന്ന ട്രിബ്യൂട്ട് വളരെ വലുതാണ്. അതിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം KPCC പ്രസിഡന്റ് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോഴും പറയുന്നത് ഞാൻ വിദേശത്താണ്, ഞാൻ എത്തുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം സ്കിപ്പ് ചെയ്യുകയാണ്. വിദേശയാത്ര ശശി തരൂരിനെ പോലൊരു നേതാവിന് ഒരു കാരണമേ അല്ല. ഒന്ന്. ഇനി അത് കഴിഞ്ഞിട്ട് KPCC മറ്റൊരാലോചന കൂടി അവരുടെ പ്ലാനിലുണ്ടായിരുന്നു അത്രേ. ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് അത് പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധി കോട്ടയത്തെ ഉമ്മൻചാണ്ടി അനുസ്മരണം കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. അദ്ദേഹം പ്ലാൻ ചെയ്ത ആദ്യത്തെ പരിപാടി AK ആൻ്റണി നല്ല സുഖമില്ലാതെ വീട്ടിലിരിക്കുകയാണ്, വിശ്രമ ജീവിതമാണ്. അപ്പോൾ ആൻ്റണിയോട് പുതിയ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഉപദേശങ്ങൾ തേടാൻ വേണ്ടിയാണ് അദ്ദേഹം വരുന്നത്. സീനിയർ കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി, അത് മാത്രമല്ല രാഹുൽ ഗാന്ധി നെഹ്റു കുടുംബവുമായി വളരെ അടുപ്പം സൂക്ഷിച്ച ഒരാൾ, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണല്ലോ. ഈ രാഹുൽ ഗാന്ധി AK ആൻ്റണിയെ കാണാനായിട്ട് തിരുവനന്തപുരത്ത് വരുമ്പോൾ അതൊരു സന്ദർഭമാക്കി ശശി തരൂരുമായുള്ള ഇഷ്യൂസും അകൽച്ചയും കുറച്ചു കൊണ്ടുവരാൻ വളരെ ബോധപൂർവം സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള KPCC തീരുമാനിച്ചു. അങ്ങനെ വരുമ്പോൾ അപ്പോഴത്തേക്ക് ഇദ്ദേഹം സാധാരണ ഷെഡ്യൂൾ പ്രകാരം തന്നെ അദ്ദേഹം നാളെ എത്തേണ്ടതുമാണ് തിരിച്ച്. അപ്പോൾ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് നേരിട്ട് വരാവുന്നതേ ഉള്ളൂ. നേരിട്ട് വന്നിട്ട് വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സൗകര്യത്തിന് അദ്ദേഹത്തിന് എങ്ങനെ വേണമെങ്കിലും ഷെഡ്യൂൾ ചെയ്യാം. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ വേണമെങ്കിൽ AK ആൻ്റണിയുടെ കൂടി സാന്നിധ്യത്തിൽ
കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും ശശി തരൂരും തമ്മിലുള്ള അകൽച്ച സംസാരിക്കാൻ, പറഞ്ഞു തീർക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശശി തരൂർ പറയാറുള്ളത് സമർത്ഥമായിട്ട് എന്നോട് നേരിട്ട് പറയട്ടെ, അപ്പോൾ ഞാൻ പറഞ്ഞോളാം എന്നാണല്ലോ. അതെ അതെ, നേരിട്ട് പറയാൻ ഒരുക്കുന്ന അവസരം അദ്ദേഹം സ്കിപ്പ് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് വന്ന് രാഹുൽ ഗാന്ധിയെ കാണാൻ, വേണമെങ്കിൽ AK ആന്റണിയെ പോലൊരു സീനിയർ ലീഡറോടൊപ്പം, KPCC നേതൃത്വത്തോടൊപ്പം, കോൺഗ്രസ് പാർട്ടിയിലെ ഉത്തരവാദപ്പെട്ട VD സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഒക്കെ ഇരുന്നിട്ട് ഒരു എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ശശി തരൂരിനെ പോലെ ഒരു വലിയ ബൗദ്ധിക നിലവാരമുള്ള ഒരാൾ പറയുന്നത് സാധാരണ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണെങ്കിൽ അത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാനുള്ള അവസരമല്ലേ അത് അദ്ദേഹം അത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതിനർത്ഥം സിനു പറഞ്ഞ പോലെ വളരെ സീരിയസ് ആണ്. കാരണം ഈ പ്രധാനപ്പെട്ട 3 സന്ദർഭങ്ങൾ, 3 മീറ്റിങ്ങുകൾ ശശി തരൂരിനെ നിർബന്ധമായും പങ്കെടുപ്പിക്കണമെന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിട്ടും അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു എന്ന് കാണുന്നത് ഒന്ന് പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ അഹങ്കാരമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ ഈ ശശി തരൂർ എന്ന് പറയുന്ന പ്രതിപക്ഷത്തെ MP നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടാണ് ചില ഉദ്യമങ്ങൾക്കായിട്ട് വിളിപ്പിച്ചത്. അതായത് വിദേശത്ത് പോയി ഇന്ന കാര്യങ്ങൾ പറയണം. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന നയതന്ത്ര തലത്തിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അങ്ങനെ ഒരാളിനെ BJPയുടെ വശത്തേക്ക് കൊണ്ടുവരിക എന്നൊരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ ഒരുപക്ഷെ ശശി തരൂർ ആ ഓഫർ സ്വീകരിച്ചേക്കില്ലേ? വലിയ പദവി തന്നെ ഓഫർ ചെയ്യാം. കാരണം രാജ്യത്തിൻ്റെ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ പോലെയുള്ള ഉന്നത പദവിയിലേക്ക് ഇരിക്കാനും മാത്രം യോഗ്യത ശശി തരൂരിനുണ്ട്. പക്ഷേ കോൺഗ്രസിൽ നിന്നാൽ ശശി തരൂരിന് അത്തരത്തിലുള്ള പദവികൾ ഇനി എപ്പോഴെങ്കിലും കിട്ടുമോ എന്ന് പോലും സംശയിക്കപ്പെടാം. അപ്പോൾ ഇത് കൂട്ടി വായിച്ചാൽ അങ്ങനെയും ഒരു കണക്ഷൻ ഉണ്ടാകും. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു ആ ടൈപ്പ് നേരത്തെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടാവണം. കാരണം ഈ ബുദ്ധിമോശം കാണിക്കുന്നതും കൂട്ടത്തിലൊന്നും അല്ലല്ലോ ശശി തരൂരും കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ ഇപ്പോൾ സിനു പറഞ്ഞതുപോലെ ഈ ശശി തരൂരിൻ്റെ കാലിബറും സാധ്യതയും ഗംഭീരമായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യ ഗവൺമെൻറ്റിന് അദ്ദേഹത്തിൻ്റെ സാധ്യത അറിയാം. അദ്ദേഹത്തിന് എവിടെ പറഞ്ഞയച്ചാലും ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുമെന്നറിയാം. പ്രത്യേകിച്ച് പുറത്ത് പറഞ്ഞയച്ചാൽ, ലോകത്തിലെ ഏത് രാജ്യത്ത് പറഞ്ഞയച്ചാലും അതിൻ്റെ ഗുണമുണ്ടായിട്ടുണ്ട്. ഈ കൊളംബിയ തലേന്ന് ഇന്ത്യക്കെതിരായി പറഞ്ഞ നിലപാട് തിരുത്തി പറഞ്ഞല്ലോ, ഒറ്റ ദിവസം കൊണ്ട് മാറ്റിച്ചില്ലേ. അപ്പോൾ അതിന് സാധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ സാഹചര്യത്തിൽ ശശി തരൂരിനെ പോലൊരു നേതാവിന് എന്തു കൊടുത്തും കൂടെ നിർത്താൻ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാവും. മാത്രമല്ല അത്ര റെസ്പെക്റ്റാണ് അദ്ദേഹത്തിന് മോദി സർക്കാർ കൊടുക്കുന്നത്, പ്രത്യേകിച്ച് മോദി പേഴ്സണലി തന്നെ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശശി തരൂരും മോദി ഗവൺമെൻറ്റും തമ്മിലുള്ള അന്തർധാരയല്ല, അത് വളരെ പ്രകടമായ ധാരയാണ്. വളരെ ബാഹ്യമായി തന്നെ വളരെ പ്രകടമായൊരു ധാര ദൃശ്യമാണ്. അത് രാജ്യത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന വ്യക്തിപരമായ സേവനമാണ് എന്നൊന്നും ഒരു കോൺഗ്രസ് പാർട്ടിയുടെ MP എന്ന നിലയിൽ ശശി തരൂർ പറയുന്നത് വിശ്വസനീയവുമല്ല. അതിനപ്പുറത്തുള്ള ധാരണകൾ അതിൻ്റെ പിന്നെ ബാക്കി കാൽക്കുലേഷൻസ് ആവും. ഇതിങ്ങനെ ഉരുട്ടിക്കൊണ്ടു പോകേണ്ടതുണ്ടാവും അദ്ദേഹത്തിന്. ഏറ്റവും ചുരുങ്ങിയത് തിരുവനന്തപുരത്തിൻ്റെ MP എന്ന പദവി നിലനിൽക്കുന്ന കാലത്തോളം അത് ഈ തീരുമാനം നീട്ടിക്കൊണ്ടു പോകേണ്ടി വരും. അപ്പോൾ അതിനിടയിൽ കോൺഗ്രസുമായിട്ടൊരു ഒരു ടൈപ്പ്, വീണ്ടും കോൺഗ്രസുമായിട്ട് പാച്ചപ്പ് ഉണ്ടായിട്ട് വീണ്ടും കോൺഗ്രസിൽ ഞാൻ സജീവമായി വരുന്നു, എൻ്റെ നിലപാട് മാറ്റി എന്നൊരു തോന്നൽ കൊടുക്കുന്നത് BJPക്കും ഇന്ത്യ ഗവൺമെൻറ്റിനും അത്ര താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം വളരെ സമർത്ഥമായിട്ടാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടാവണം. ചരിത്രത്തിൽ ഒരിക്കലും വല്ല കാരണവശാലും ശശി തരൂര് കോൺഗ്രസ് വിട്ടുപോയി BJPയെ സഹായിക്കാൻ തീരുമാനിച്ചിട്ട് വലിയ പദവികളിലൊക്കെ എത്തിയാൽ പോലും അദ്ദേഹത്തോട് കോൺഗ്രസ് പാർട്ടി അനീതി കാണിച്ചു എന്ന് ചരിത്രം പറയരുത്. കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളോ എവിടം വരെ വേണമെങ്കിലും താണു കൊടുക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അല്ല, മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് പദവി രാജിവെക്കാതെ കോൺഗ്രസിൽ തന്നെ MP ആയി തുടരാം. അങ്ങനെ നിന്നുകൊണ്ട് വേണമെങ്കിൽ ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി കൊടുക്കാമല്ലോ. അങ്ങനെയും പ്രതിപക്ഷത്തിന് അനുഭവമുണ്ട്. അങ്ങനെ അനുഭവമുണ്ട്. അത്തരത്തിലുള്ളൊരു നീക്കം നടത്താം. ഒരു പക്ഷേ അതല്ല മറ്റെന്തെങ്കിലും, ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അങ്ങനെ ഇപ്പം മന്ത്രിക്ക് തുല്യമായ പദവി അല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ പദവി കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും. പലതിൻ്റെയും തലപ്പത്തേക്ക് കൊണ്ടുവരാനോ അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ കോൺഗ്രസിന് എതിർക്കാനും പറ്റില്ല. കാരണം കോൺഗ്രസിന് നൽകുന്ന ഒരു ഗിഫ്റ്റ് അംഗീകാരമായിട്ട് അങ്ങനെ ഒരു തന്ത്രം BJP അങ്ങനെ തന്ത്രങ്ങളുടെ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലേ. കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവരുടെ അങ്ങനെ കാണിച്ചിട്ടുണ്ടല്ലോ പലപ്പോഴും. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു ശശി തരൂരിന് ഈ ചെറിയ മീനുകൾ മതിയാവില്ല. ശശി തരൂർ വെൽ പ്ലാൻഡ് ആയിരിക്കും. ശശി തരൂരിന് ഇനി ജീവിതത്തിൽ അദ്ദേഹത്തിന് അംബീഷ്യസ് ആയി അല്ലെങ്കിൽ അദ്ദേഹത്തിന് മോഹിക്കാവുന്ന പദവികൾ മാത്രമായിരിക്കും അദ്ദേഹം ലക്ഷ്യം വെക്കുന്നുണ്ടാവുക. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ സാധാരണഗതിയിൽ ഏത് ശ്രീധരൻപിള്ളക്കും ആകാവുന്ന ഒരു ഗവർണർ പദവിയൊന്നും അദ്ദേഹത്തിന് വേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ചെറുകിട പദവികൾ സാധാരണ രാഷ്ട്രീയക്കാർ കാണുന്ന സ്വപ്നം, സാധാരണ രാഷ്ട്രീയക്കാർക്ക് റിട്ടയർമെന്റ് ലൈഫിൽ ഏറ്റവും ഉയർന്ന പദവിയിലെത്തിയാൽ പോലും എത്താവുന്ന ഒരു ഗവർണർ പദവിയൊക്കെയാണ്. അവിടെ അതൊന്നും അദ്ദേഹം കണ്ണുവെക്കുന്നുണ്ടാവില്ല. അദ്ദേഹം കുറെ കൂടി സജീവമായി രാഷ്ട്രീയത്തിലും
ഭരണരംഗത്തും വിദേശ രാഷ്ട്ര ബന്ധങ്ങളിലൊക്കെ നയതന്ത്ര ബന്ധങ്ങളിലൊക്കെ നിൽക്കാവുന്ന വലിയ പദവികളിലായിരിക്കും. തീർച്ചയായിട്ടും ഒരു അംബാസഡർ പദവി അദ്ദേഹത്തെ പോലെ സ്വപ്നം കാണില്ല. അതെ, വിദേശകാര്യ സഹമന്ത്രി വരെ ആയ ഒരാളാണ്. അതെ, അദ്ദേഹം ഗവർണർ ആവാനും സാധ്യതയില്ല. പിന്നെ കാണാൻ സാധ്യത ഇനി അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണാവുന്ന ഒന്ന്, അടുത്ത മന്ത്രിസഭയിലെ സമ്പൂർണ്ണ ക്യാബിനറ്റ് പദവിയുള്ള ഒരു വിദേശകാര്യ മന്ത്രിയാണ് ഒന്ന്. രണ്ട്, ഈ പറഞ്ഞ പോലെ സിനു പറഞ്ഞ പോലെ ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി പോലുള്ള പദവികളെ അദ്ദേഹം കാണാൻ ഇടയുള്ളൂ. എങ്ങോട്ടാണ് അദ്ദേഹത്തിൻ്റെ കണ്ണ് എന്ന് ഇപ്പോൾ നമുക്ക് പറയാനാവില്ല. പക്ഷേ ഏത് ദിശയിലേക്കാണ് എന്ന് വളരെ കൃത്യമാണ്, വളരെ വളരെ കൃത്യമാണ്. ഇന്നത്തെ പത്രവാർത്ത അനുസരിച്ച് കോൺഗ്രസ് വിനയപൂർവ്വം കാൽക്കൽ വീണ് വിളിച്ചിരിക്കുന്ന 3 സന്ദർഭങ്ങൾ അദ്ദേഹം അവഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസിനെ അവഗണിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ BJP കൊടുക്കുന്ന സമ്മാനം എന്താണെന്ന് നമുക്കറിയാം. ശശി തരൂർ അത് വാങ്ങുമോ ഇല്ലയോ എന്നുള്ളത് അത് കൂടി കാത്തിരിക്കാം തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.